ഞാൻ ജൈവരാജൻ മനോജാണ്. മില്ലറ്റ് ഇറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപിടി ക്യാമ്പയിനുകളൊക്കെ നടത്തി, അതുകൊണ്ട് മില്ലറ്റ് കൃഷികൾ ഒരുപിടി നടത്തി അതിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ അന്ന് വളരെ വ്യാപകമായിട്ട് തന്നെ ഇതിന്റെ പ്രചരണം നടത്തുകയും ഇതിന്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തു. പക്ഷേ ഇടക്കാലത്ത് വെച്ച് മില്ലറ്റിനെ കുറിച്ച് ഇടിവുകൾക്ക് ഉണ്ടായെങ്കിലും ഇപ്പൊ രണ്ടാമത് മില്ലറ്റിനെ കുറിച്ച് ആളുകൾക്ക് ബോധം അവയർനെസ് കൂടിയതോടുകൂടി രണ്ടാമത് മില്ലറ്റിന് സാധ്യതകൾ കൂടി വരികയാണ്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് നമ്മളിപ്പോ കൂടുതൽ സാധനങ്ങൾ ആളുകൾക്ക് രുചികരമായിട്ട് എങ്ങനെ മില്ലറ്റിനെ ഉപയോഗിക്കാം, നമ്മുടെ മറ്റുള്ള അരിയും ഗോതമ്പും അതിൽ മറ്റുള്ള ധാന്യങ്ങൾ എങ്ങനെ ഏത് ടേസ്റ്റോടുകൂടി കഴിക്കാം, അതുപോലെ തന്നെ നമ്മൾ മില്ലറ്റുകളെ പല രീതിയിൽ പ്രോസസ് ചെയ്തുകൊണ്ട് പല ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമ്മൾ വിപണിയിൽ ഇറക്കി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി അരി ആക്കി നമ്മ ചെയ്യുന്നുണ്ട്. ബിരിയാണി അരി എല്ലാ മില്ലറ്റുകളിലും തന്നെ 9 മില്ലറ്റുകളിലും ബിരിയാണി അരി ഉണ്ട്. അതിന്റെ പുട്ടുപൊടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഹെൽത്ത് ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ മില്ലറ്റുകൾ സംയോജിച്ച് കൂട്ടുപയോഗിച്ച് കഴിക്കുന്ന രീതി തെറ്റാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാ മില്ലറ്റുകളും സെപ്പറേറ്റ് ആയിട്ടാണ് പല ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത്. നമ്മൾ തന്നെ കൃഷി ചെയ്യുകയും നമ്മൾ കൃഷി ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഉൽപ്പന്നങ്ങളാക്കി പ്രോസസ് ചെയ്ത് നമ്മൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ വിപണിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മില്ലറ്റുകൾ കുട്ടികൾക്ക് കഴിക്കുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ട് അവർക്ക് കഴിക്കുന്ന രീതിയിൽ നമ്മൾ പല ഉൽപ്പന്നങ്ങളും മിഠായി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഹെൽത്ത് ഡ്രിങ്ക് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ റവ, നമുക്ക് ഇപ്പൊ ഈ നമ്മൾ സാധാരണ ഉപ്പാവ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്രയും ചെറിയ റാഗിനെ പോലും നമ്മൾ റവ രൂപത്തിലാക്കി ഇത് വെന്ത് നമ്മൾ അല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ തന്നെ വേവുന്ന രീതിയിലാണ് നമ്മളെല്ലാ ഉൽപ്പന്നങ്ങളും റെഡിയാക്കിയിട്ടുള്ളത്. വയസ്സായവർക്കും അതുപോലെ മുതിർന്നവർക്കും പിള്ളേർക്കും സെപ്പറേറ്റ് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഇതിനെ ഡിസൈൻ ചെയ്ത് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. ജനങ്ങൾക്ക് വളരെ ഗുണമേന്മയോടുകൂടി തന്നെയാണ് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ സാധനം വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇത് നമ്മൾ അല്പം വെള്ളത്തിൽ കലക്കി ചൂടാക്കിയാൽ കുട്ടികൾക്ക് ഡയറക്റ്റ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന രീതി വളരെ ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ ഈ ഉൽപ്പന്നങ്ങളെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ സാധാരണ കുട്ടികൾക്ക് കൊടുത്താൽ ഇത് കുട്ടികൾ കുടിക്കാൻ മടി കാണിക്കും. അപ്പോൾ അതിന് കുട്ടികൾ വളരെ ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കുന്നത് ഒരു കെമിക്കലോ ഒരു പ്രിസർവേറ്റീവോ ആഡ് ചെയ്യാതെ അതിന്റെ തനതായ രുചിയിൽ അതിനെ പ്രോസസ് ചെയ്തുകൊണ്ടാണ് ടേസ്റ്റ് ഉണ്ടാക്കി അത് നമ്മൾ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. പലരും നമ്മൾ സമീപിച്ചിട്ട് അത് വളരെ ആകർഷകമായ രീതിയിലുള്ള കുപ്പികളിലും ബോട്ടിലുകളിലും അവർ നടത്തിച്ചിട്ട് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വളരെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിങ്ങിലും നല്ല ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവർക്ക് നിറച്ച് അവർക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും സ്പ്രൗട്ട് ചെയ്തുകൊണ്ട് ചാമ, ബജ്ര, ജോവർ എല്ലാ സാധനങ്ങളും നമ്മൾ സ്പ്രൗട്ട് ചെയ്ത് അതിന്റെ സ്പ്രൗട്ട് ചെയ്തതിനു ശേഷം മുളപ്പിച്ചിട്ട് പുഴുങ്ങി ഉമി കളഞ്ഞിട്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്നു. അത് നമുക്ക് കേരളത്തിൽ തന്നെ ആരും ചെയ്യുന്നില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ എല്ലാ പോസിറ്റീവ് മില്ലറ്റുകളെയും മുളപ്പിച്ചതിന് ശേഷം അതിനെ പുഴുങ്ങി അതിന്റെ ഉമി കളഞ്ഞ് അതിനുള്ള മെഷീൻ നമ്മൾ കഴിയുന്നുണ്ട്. അത് ഉമി കളഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ പൗഡറാക്കി കൊടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോസസ്സിംഗ് രീതി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ അത് ഉൽപ്പന്നത്തിൽ വളരെയധികം പ്രചാരമായിരിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ ധാന്യം കുഞ്ഞ് കടുക് പോലുള്ള ധാന്യങ്ങൾ അല്ലാതെ സ്പ്രൗട്ട് ചെയ്ത് ഉമി കളയുന്ന രീതി, ടെക്നിക്കലായിട്ട് ഉമി കളയുന്ന രീതി തന്നെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ടേസ്റ്റാണ് കഴിക്കുന്നത്. നമ്മൾ സാധാരണ പച്ച കഴിക്കുന്നതിനേക്കാളും ഇത് മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രോട്ടീൻ കണ്ടന്റും മറ്റുള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു ആഹാരമായാണ് മാറുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെയുള്ള ചെറിയ മില്ലറ്റുകൾ നമ്മൾ സ്പ്രൗട്ട് ചെയ്തുകൊണ്ട് പോലും ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ ടെക്നിക്കലായിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സാധാരണ ഇതിനെ തന്നെ കഴുകി പൊടിച്ച് സാധാരണ പൊടിയായിട്ടും അതുപോലെ തന്നെ പുട്ടുപൊടിയായിട്ടും അപ്പത്തിന്റെ പൊടിയായിട്ടും ദോശയുടെ പൊടിയായിട്ടും അങ്ങനെ പല രീതിയിലുള്ള ഏത് രീതിയിലും ആരെന്ത് നമ്മൾ ആവശ്യപ്പെട്ടുവോ അതേ രീതിയിൽ തന്നെ നമ്മൾ അതിനെ മാറ്റി എടുക്കാനുള്ള രീതിയിലുള്ള മിഷനറികൾ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൾട്ടിവേഷൻ മുതൽ പ്രോസസ്സിംഗ് വരെയുള്ള രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിട്ടുള്ളത്. ഇത് സ്പ്രൗട്ടർ റാഗി പൗഡറാണ്. ചൂടുവെള്ളത്തിൽ കലക്കിയോ പാലിൽ കലക്കിയോ കുറുക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടും കഴിക്കാൻ നല്ലതാണ്. ഇത് ബജ്റയുടെ ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ബജ്റയുടെ ഹെൽത്ത് ഡ്രിങ്ക് അതുപോലെ എല്ലാ രീതിയിലും പിന്നെ ചാമ,
കുതിരവാളി എല്ലാത്തിന്റെയും ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്. അതിന്റെ സ്പൗട്ടഡ് പൊടി, അതിന്റെ അവലുകളുണ്ട്, പുട്ടുപൊടിയുണ്ട്, റവയുണ്ട്. എല്ലാ ഐറ്റംസിന്റെയും ഓരോ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. വിഷമകരമായ രീതിയിലാണ് നമ്മുടെ തലമുറയുടെ ആഹാര രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആരോഗ്യപരമായ ജീവിതത്തിന് മില്ലറ്റുകളുടെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. നമ്മുടെ ശരീരത്തിൽ മൂലകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ മാറാനും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായി തന്നെ നമ്മുടെ മില്ലറ്റുകൾ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈക്കമിക് ഇൻഡെക്സ് വളരെ കുറവുള്ള ഭക്ഷണം എന്ന നിലയിലും അതുപോലെ തന്നെ നമ്മുടെ മില്ലറ്റുകൾ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ധാന്യം എന്ന നിലയിൽ നമുക്ക് മില്ലറ്റുകൾ വളരെ പ്രചാരം ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അല്പം അവയർനെസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിന്റെ അവയർനെസ് ഓരോ ദിവസം ചെയ്യുന്നതോറും ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോ കണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മില്ലറ്റുകൾ പോലുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെയധികം നല്ല രീതിയിൽ ജനങ്ങളെ കുറിച്ച് അറിയുകയും ഇത് കഴിച്ചിട്ട് അതിന്റെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയൊക്കെ നമ്മളോട് ചെയ്യാറുണ്ട്. ഇത് കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ കൊടുത്തിരുന്നവർ തന്നെ വീണ്ടും അവർ തന്നെ വാങ്ങിച്ചു കഴിക്കുകയും അവർ മറ്റുള്ളവരെ പരിചയപ്പെടുത്തും. നമുക്ക് പരസ്യം കൂടാതെ തന്നെ ഇത് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് അവർ തന്നെ കഴിച്ചവർ തന്നെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമ്മൾ അതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂടി നീങ്ങാനുള്ള അവസരം നോക്കുകയാണ്. ഇത് റാഗിയുടെ അടയാണ്. റാഗി ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ കാലത്ത് തന്നെ നമ്മുടെ ടൗണിലുള്ള ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനുകളിലും അതുപോലെ തന്നെ ടൗണിലുള്ള മറ്റുള്ള ഹോട്ടലുകളിലൊക്കെ തന്നെ നമ്മൾ വളരെയധികം വ്യാപകമായി തന്നെ ഇത് സെയിൽ ചെയ്ത് വരികയാണ്. വളരെ സ്പ്രൗട്ടഡ് റാഗി കൊണ്ട് വളരെ ടേസ്റ്റ് ആയിട്ട് അരിനെയും ഗോതമ്പയിലും മറ്റുള്ള ധാന്യങ്ങളെക്കാളും വളരെ ടേസ്റ്റ് ആയിട്ട് നമ്മുടെ മറയൂർ ശർക്കരയും റാഗിപ്പൊടിയും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു അടയാണ് ഇത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റാണ് ഈ അട കഴിക്കാനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് റാഗി അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഇത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ആദ്യയിൽ എന്ത് ഭക്ഷണത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഇനിയും നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാനുള്ള ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്.